ജയറാം എന്നെ അവഗണിച്ചു. രാജസേനൻ. കടിഞ്ഞൂൽ കല്യാണം അയലത്തെ അദ്ദേഹം മേലെപ്പറമ്പിലാൻ വീട് CID ഉണ്ണികൃഷ്ണൻ BA B.Ed അനിയൻബാവ ചേട്ടൻബാവ ആദ്യത്തെ കൺമണി സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ ഞങ്ങൾ സന്തുഷ്ടരാണ് മലയാളി മാമന് വണക്കം തുടങ്ങി 15ഓളം ചിത്രങ്ങൾ രാജസേനനും ജയറാമും ഒന്നിച്ചു നിന്നൊരുക്കി. 16-ൽ 14 ഹിറ്റ്. ജയറാം എന്ന നടനെ വിജയിപ്പിച്ചത് രാജസേനനാണോ രാജസേനൻ എന്ന സംവിധായകനെ വിജയിപ്പിച്ചത് ജയറാമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയായാലും രണ്ടുപേരും വിജയിച്ചു. പക്ഷേ മധുചന്ദ്രലേഖ, കനകസിംഹാസനം എന്നീ ചിത്രങ്ങളിലെ പരാജയം വരെ മാത്രമേ ആ സൗഹൃദം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്തുകൊണ്ടോ ഇരുവരും പിരിഞ്ഞു. ജയറാം തന്നെ അവഗണിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് രാജസേനൻ പറയുന്നത്. താൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ജയറാം തയ്യാറാകുന്നില്ലെന്നും രാജസേനൻ പറയുന്നു. ജയറാമിനെ നായകനാക്കി ഒരുക്കാൻ 5 കഥകളുമായി രാജസേനൻ കാത്തിരിക്കുന്നു. പക്ഷേ കഥ കേൾക്കാൻ പോയിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ജയറാം തയ്യാറില്ല. തന്നെ കാണുമ്പോൾ ജയറാം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്ന് രാജസേനൻ പറയുന്നു. പണ്ടൊക്കെ രാജസേനൻ വിളിച്ചാൽ കഥ പോലും കേൾക്കാതെയാണ് ജയറാം അഭിനയിക്കാൻ തയ്യാറായത്. സെറ്റിലിരിക്കുമ്പോൾ ത്രെഡ് മാത്രം കേൾക്കും. അപ്പോൾ തന്നെ ജയറാം ഓക്കെ പറയും. എന്നാൽ കഥ കേൾക്കാൻ ജയറാം നിർബന്ധം പിടിച്ചതോടെയാണ് തങ്ങൾക്കിടയിലെ ബന്ധം താളം തെറ്റിയതെന്ന് രാജസേനൻ പറഞ്ഞു. എന്തായാലും ജയറാം വിട്ടതോടെ രാജസേനൻ പരാജയപ്പെട്ടു. ജയറാമിന്റെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. 1 ജയിച്ചാൽ 4 എണ്ണം പൊട്ടും എന്ന അവസ്ഥ.